കാസർഗോഡ് കുമ്പളയിലെ ആ ടോൾ പ്ലാസ പൂട്ടിച്ച സമരക്കാരെ അല്ലെങ്കിൽ നാട്ടുകാരെ അഭിനന്ദിക്കാതെ തരമില്ല. ഒരു കണക്കിന് ടോളിന്റെ മറവിൽ സകല നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നാട്ടുകാരിൽ നിന്ന് പണം കൊള്ളയടിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, 6000 കോടി സംസ്ഥാന സർക്കാർ സ്വന്തം ഖജനാവിൽ നിന്നെടുത്ത് ചെലവഴിച്ചാണ് ഇങ്ങനെ ഒരു ദേശീയപാത നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കിയത്. എന്നിട്ട് നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടും എനിക്ക് തോന്നുന്നു 60 കിലോമീറ്ററുകൾക്കിടയിൽ വേണം ടോൾ പ്ലാസ നിർമ്മിക്കേണ്ടത് എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റിയുടെ നിയമം. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് 60 കിലോമീറ്ററിനകത്ത് വെച്ച് 2 ടോൾ പ്ലാസ ആരംഭിച്ചത്. അതായത് കിട്ടുന്നത് മാക്സിമം ജനങ്ങളിൽ നിന്ന് ഊറ്റിയെടുക്കുക, പിടിച്ചു പറിക്കുക എന്ന ലക്ഷ്യമാണ്. അതിനെതിരെയാണ് ജനം അവിടെ സമരമായി മാറിയത്. ഒടുവിൽ കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിക്കാരും മുട്ടുമടക്കിയിരിക്കുകയാണ്. ആ മുട്ടുമടക്കിയതിന്റെ വിജയാഹ്ലാദ പ്രകടനം നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഏത് സംവിധാനത്തിലും മുട്ടുമടക്കേണ്ടി വരും. കാര്യം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുന്നത്. ഈ അടിസ്ഥാന സൗകര്യ വികസനം ആരുടെയും പോക്കറ്റിൽ നിന്നല്ല, നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചു തരുന്നത്. ആ നിർമ്മിച്ചു തന്നിട്ട് അതിന്റെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അതിനോട് വഴങ്ങേണ്ട കാര്യമില്ല. ഈ ദേശീയപാത തന്നെ ഇപ്പോൾ പലയിടങ്ങളിലും നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് ടോൾ പിരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ആ ടോൾ പിരിവെന്ന് പറഞ്ഞാൽ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം തുടങ്ങുന്നതാണ് അന്തസ്. ഇപ്പോൾ തലസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ തിരുവല്ലത്ത് ഇങ്ങനെ ഒരു ടോൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് വലിയ റേറ്റാണ്, 150 രൂപയൊക്കെയാണ് കാറിന് മേടിക്കുന്നത്. എന്നാൽ ഈ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഇല്ല. പലയിടങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. അതിൽ ബുദ്ധിമുട്ടി ജനം വരുമ്പോഴാണ് ഒരിടത്ത് വച്ച് ടോൾ പിരിവ് ആരംഭിച്ചിരിക്കുന്നത്. ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ നിങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ച് യാത്രാക്ലേശം ഇല്ലാതാക്കിയിട്ട് വേണം അത് ആരംഭിക്കേണ്ടതെന്നുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം. ചെലവാക്കിയ പൈസ എത്രയും പെട്ടെന്ന് അതിൻ്റെ കരാറുകാർക്ക് നേടിക്കൊടുക്കാനുള്ള ആ ഒരു പ്രത്യേക താല്പര്യമുണ്ടല്ലോ, അത് പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. കാര്യം കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ള ബൈപ്പാസിന്റെ ഭാഗവും ഒപ്പം തന്നെ ഈ ദേശീയപാത ഇതിന്റെ പലയിടങ്ങളിലും, ഇതിപ്പോൾ നിങ്ങൾ തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നു.